ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഡെയിലി ഡയറീസ്. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ട് ഇരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാനും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ട് തന്നെ ഇരിക്കുന്നു. കുറേ നാളായി നിങ്ങളെ വന്ന് ബോറടിപ്പിച്ചിട്ട് ഒരുപാട് ആൾക്കാർ ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ട്, എന്ത് പറ്റി, ജീവനോടെ ഉണ്ടോ, അങ്ങനെ ഇങ്ങനെ പറഞ്ഞ മെസ്സേജ് വരലായി. സത്യം പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, എൻ്റെ വ്ളോഗ് കാണുന്നവർക്ക് അറിയായിരിക്കും, പ്രഗ്നൻ്റ് ആണ്. ഇപ്പോൾ ഫസ്റ്റ് ട്രൈമസ്റ്റർ കഴിഞ്ഞു, ഇപ്പോൾ സെക്കൻഡ് ട്രൈമസ്റ്റർ സ്റ്റാർട്ടായി. അതായത് ശരിക്കും പറഞ്ഞാൽ ഇന്നത്തേക്ക് 19 വീക്സ് 20 വീക്സ് ആവാൻ പോകുന്നു. 19 വീക്സും 5 ഡേയ്സ്, അപ്പോൾ 2 ഡേയ്സ് കൂടെ കഴിഞ്ഞാൽ 20 വീക്സ് ആണ്. അപ്പോൾ അങ്ങനെ പറയുകയാണെങ്കിൽ ഇത്രയും നാളും എന്താ പറയുക, ഭയങ്കരമായിട്ട് ഒരുപാട് ഫസ്റ്റ് ട്രൈമസ്റ്ററിലുള്ള പ്രോബ്ലവും കാര്യങ്ങളും ഒരുപാട് ആൾക്കാർക്ക് അറിയാറ്റും പ്രഗ്നൻസി എങ്ങനെയാണ്. അപ്പോൾ അതിനേക്കാൾ എന്താ പറയുക, കുറേ ആൾക്ക് നല്ല ഒരു പ്രശ്നമില്ല, പ്രോബ്ലം ഒന്നും ഇല്ലാതെ നല്ല രീതിയിൽ പോകാറുണ്ട് പ്രഗ്നൻസിയൊക്കെ. നമുക്ക് കഴിഞ്ഞ പ്രഗ്നൻസി ഈ പ്രഗ്നൻസി തമ്മിൽ വെച്ച് നോക്കുമ്പോൾ ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എന്താ പറയുക, എല്ലാം കഴിഞ്ഞപ്പോൾ കുറച്ച് ഓക്കെയാണ്. സോ വീണ്ടും വന്നു. അപ്പം ഇന്ന് മെയിനായിട്ട് പറയാനുള്ളത്, നിങ്ങൾ തമിഴിൽ കാണിക്കണ്ടാവും എൻ്റെ പ്രഗ്നൻസി കെയർ മീൻസ് മെയിനായിട്ട് ഹെയറും സ്കിന്നും എങ്ങനെയാണ് ഞാൻ കെയർ ചെയ്യുന്നത്, അല്ല മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്നുള്ളത് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്കറിയാം, ഈ ഒരു പ്രഗ്നൻസി ജേർണിയിൽ തന്നെ നമ്മൾ എന്ത് പ്രൊഡക്റ്റ് യൂസ് ചെയ്യുമ്പോഴും നല്ല സേഫായ സാധനം യൂസ് ചെയ്യാം. ബേബിക്കായാലും നമ്മുടെ സ്കിന്നിനായാലും അധികം എന്താ പറയുക അല്ലേ, നമ്മൾ യൂസ് ചെയ്യുന്ന സാധാരണ കെമിക്കൽ അടങ്ങിയ ഇത് യൂസ് ചെയ്യാൻ വേണ്ടി പാടില്ല എന്നുള്ളത്. അങ്ങനെ ഞാൻ എന്താ വെച്ചാൽ നമ്മളൊക്കെ ഇപ്പോൾ ഈ ഒരു ഫസ്റ്റ് ട്രൈമസ്റ്ററിലൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒന്നും ഞാനങ്ങനെ അധികം കെയർ ചെയ്യാതെ പോയി. അപ്പോൾ ഹെയർ ലോസൊക്കെ വന്ന് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് അത്യാവശ്യം നമുക്കറിയാം, ഈ ഒരു പ്രഗ്നൻസിയിൽ നമുക്ക് എന്തായാലും ഹെയർ ലോസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ സ്കിന്നിന് വേണ്ടാത്ത അല്ലെ ഹോർമോണൽ ചേഞ്ചസ് കാരണം നമ്മുടെ സ്കിന്നിന് ഭയങ്കരമായിട്ട് ചിലപ്പോൾ മോശമാവാം, അങ്ങനെയെല്ലാം ഉണ്ടാവും. അപ്പം എന്താണെന്ന് വെച്ചാൽ അപ്പം അതുകൊണ്ട് തന്നെ ഞാനധികം കുറേ പ്രൊഡക്ട്സ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല. പക്ഷേ ഒരു പ്രൊഡക്ട്സും ഞാനധികം പുറത്തൊന്നും യൂസ് ചെയ്തില്ല. പുറത്തുനിന്നല്ല, നമ്മൾ യൂസ് ചെയ്യുന്ന സാധനം വരെ ഞാൻ അധികം യൂസ് ചെയ്തില്ല. സെറം, ടോണർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിർത്തിയിരിക്കും. കാരണം സ്കിന്നിന് നമ്മളെങ്ങനെ ഹെൽത്തി ആയിട്ടിരിക്കാം. പിന്നെ ഫസ്റ്റ് ട്രൈമസ്റ്റർ എന്ന് പറഞ്ഞാൽ ഒന്നും എനിക്ക് കെയർ ചെയ്യാൻ പറ്റാറില്ലായിരുന്നു. കാരണം അത്രയും നമ്മൾ ടയേർഡും എന്താ വെച്ചാൽ വോമിറ്റിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഓൾറെഡി ഞാൻ ടയർഡായിരുന്നു. അതിൻ്റെ ഇടയിൽ എനിക്ക് ലൂസ് മോഷനൊക്കെ വന്നു. ലൂസ് മോഷൻ വന്നെന്ന് വെച്ചാൽ മോന് ലൂസ് മോഷനായി, അങ്ങനെ എനിക്ക് ലൂസ് മോഷൻ അങ്ങനെ എന്താ പറയുക, ഒരു 1 മന്തിനോളം അതുകൊണ്ട് തന്നെ കളിച്ചു ഫുള്ളായിട്ട്. സോ ഭയങ്കര ടയേർഡായി, അങ്ങനെയായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഒന്നും കെയർ ചെയ്യാൻ പറ്റില്ല. പിന്നെ ആ ഒരു സമയത്ത് 1 മന്തിന് മുന്നേ ഞാനിങ്ങനെ ഇൻസ്റ്റാഗ്രാമിലൂടെ വേദിക ആയുർവേദിക്സിൻ്റെ പ്രൊഡക്ട്സ് കണ്ടത്. ഇതൊരു പ്രൊമോഷനോ കാര്യങ്ങളൊന്നും അല്ല, എൻ്റെ വ്യക്തിഗതമായ അഭിപ്രായമാണ്. കാരണം എനിക്കിത് ചെയ്യണം എന്ന് തോന്നിയിട്ടാണ് കേട്ടോ ചെയ്തത്. കാരണം സ്കിൻ കെയറും ഹെയർ കെയറും നിങ്ങൾക്ക് കൂടി ഒന്ന് പരിചയപ്പെടുത്തണം എന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ പ്രഗ്നൻ്റ് ആയ അവർക്കും എല്ലാവർക്കും നല്ലതാണ്. പക്ഷേ മെയിനായിട്ട് പറയാൻ പ്രഗ്നൻസിയിൽ യൂസ് ചെയ്യുന്നതും അതുപോലെ തന്നെ ഫീഡിങ് ചെയ്യുന്ന അമ്മമാർക്കും ഏതൊക്കെ പ്രൊഡക്ട്സ് ഇപ്പം നല്ല സേഫായിട്ട് യൂസ് ചെയ്യാന്നുള്ളതാണ്. അപ്പം ഞാൻ മെയിനായിട്ട് ഹെയറിൽ യൂസ് ചെയ്യുന്നത് ഇപ്പോൾ ഭൂമിക വേദിക്സിൻ്റെയാണ് കേട്ടോ. ഭൂമിക വേദിക്സ് നിങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ കണ്ടിട്ടുണ്ടാവും. ഇത് ഭയങ്കര ഓൾ കേരള അല്ല, ഓൾ ഇന്ത്യയിൽ തന്നെ ഭയങ്കരമായിട്ട് വൈറൽ എന്നല്ല, ഇവരുടെ ഓയിലും അതുപോലെ തന്നെ ഇവർക്ക് എന്തൊക്കെയോ ഉണ്ട്, ഓയിലുണ്ട്, അതുപോലെ തന്നെ ഷായിൻ്റെ ഹെയർ ഓയിൽ, ഷാമ്പു, എന്താ പറയുക, അതുപോലത്തെ സ്കിൻ കെയർ ഓയിൽ, പിന്നെ അതുപോലെ തന്നെ എന്താ നമ്മുടെ മാസ്ക് കാര്യങ്ങൾ, ഹെയർ മാസ്ക് ഫേസ് മാസ്ക്, അങ്ങനെ കുറേ കാര്യങ്ങൾ ഇവരെന്നെ നാച്ചുറലായിട്ട് ഉണ്ടാക്കുന്നതാണ്. സോ ഞാൻ അധികമൊന്നും വാങ്ങിയില്ല. പിന്നെ എനിക്ക് ഹെയർ ലോസിൻ്റെ കാര്യം ഉണ്ടായതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു 1 മന്തിനെടുത്താൽ ഞാൻ ഈ ഭൂമിക വേദിക്സിൻ്റെ ഹെർബൽ ഹെയർ ഓയിലും അതുപോലെ തന്നെ അവരുടെ തന്നെ ഭൂമിക വേദിക്സിൻ്റെ ആയുർവേദിക് ഷാമ്പു ആണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത് ഈ ഒരു പ്രഗ്നൻസിയിൽ. ത്രൂ ഔട്ട് എനിക്കിപ്പോൾ 1 മന്തിൽ ഞാൻ ഹെയർ വാഷ് അങ്ങനെ വീക്കിലി ഞാൻ ഹെയർ വാഷ് ചെയ്യുന്നത് 2 ടൈംസ് ഒക്കെയാണ്, 2 or 3. അപ്പോൾ കുറച്ച് അത്യാവശ്യം പിന്നെയും കുളിക്കുന്നത്, കാരണം വേർപ്പും കാര്യങ്ങളൊക്കെ എനിക്കൊരു ഭയങ്കര ഇറിറ്റേഷൻ. സോ ബോഡി വാഷ് അല്ല കേട്ടോ ഞാൻ ഹെയർ വാഷ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ സാധാരണ എല്ലാ ദിവസവും കുളിക്കാറുണ്ട്, അങ്ങനെയല്ല. തല കുളിക്കുന്നത് ഞാൻ അല്ലെങ്കിലും 1-2 തവണയാണ് കുളിക്കാറുണ്ട്. ഇപ്പം ഞാനത് ഒരു ആഴ്ചയിൽ 3 തവണയെങ്കിലും കുളിക്കുന്നുണ്ട്, കാരണം ഹെയർ വാഷ് ചെയ്യാറുണ്ട്. അപ്പോൾ ഹെയർ വാഷ് ചെയ്യുന്നതിൻ്റെ ഒരു 20 മിനിറ്റ്സ് മുന്നേ ആണ് ഞാൻ ഈ ഒരു ഭൂമിക വെച്ച് അധികം തടയണമെന്നൊന്നുമില്ല. അതാ ഒരു നല്ല എന്താ പറയുക ഓയിൽ, ഒരു ബ്ലാക്കിഷ് ഒരു ഗ്രീൻ ബ്ലാക്ക് കളറാണ്,
നല്ല സ്മെല്ല് എന്ന് പറഞ്ഞാലേ നമ്മുടെ എന്താ പറയാ, ഒരുപാട് ഈ ഇവര് ശരിക്കും പറഞ്ഞാൽ 18 മൂലികകൾ അടങ്ങിയിട്ടുള്ള ഹെയർ ഓയിൽ എന്നാ പറയുന്നത്. പിന്നെ അങ്ങനെ ഞാൻ ഒരുപാട് ആൾക്കാരുടെ റിവ്യൂ കാര്യങ്ങളും ഒരുപാട് നോക്കിയിട്ടാണ് ഞാൻ അത് വെച്ച് നമ്മൾ അവരാക്കുന്നതാണ് പ്രൊഡക്ട്സ്. ഓൾറെഡി ആയുർവേദിക് പ്രൊഡക്ട്സ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു സമയത്ത് യൂസ് ചെയ്യാനും സേഫ് ആണ്. സോ വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്നതുകൊണ്ട് നമുക്കിങ്ങനെ എനിക്കും പ്രത്യേകിച്ച് പറഞ്ഞാൽ ഇങ്ങനെ ഒരുപാട് എണ്ണ മാറിയോ യൂസ് ചെയ്യാനോ, അതുപോലെ ഒരുപാട് ഷാമ്പു അങ്ങനെ തലയിലൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. ഓൾറെഡി മൈഗ്രെയിൻ ഇഷ്യൂ ഉണ്ടായതുകൊണ്ട് എനിക്ക് ഓരോ ഓയിൽ പറ്റാറില്ല. പക്ഷെ ഈ ഒരു ഭൂമിക വേദിക്സിന്റെ ഹെർബൽ ഹെയർ ഓയിലിന്റെ സ്മെല്ലും എല്ലാം എന്താ വെച്ചാൽ നമ്മൾ ഈ കാച്ചിയ വെളിച്ചെണ്ണ ഇല്ലേ, അതിന്റെ സ്മെൽ തന്നെയാണ് വീട്ടിൽ നിന്ന് കാച്ചുന്ന വെളിച്ചെണ്ണ. കാച്ചാൻ മടിയുള്ളവരാണെങ്കിൽ നമ്മളെ പോലെ കാച്ചി യൂസ് ചെയ്യുന്നവർക്കാണെങ്കിൽ നല്ലതായിരുന്നു വീട്ടിൽ നിന്ന്. പക്ഷെ നമുക്ക് എല്ലാ കണ്ടന്റും കിട്ടണമെന്നില്ല. നമുക്ക് ഒരുപാട് ഇവര് 18 മൂലികകളാണ് ഇതിൽ ചേർത്തിട്ടുള്ളതെന്നാണ് പറയുന്നത്. അപ്പൊ ഇത് പ്രിവെന്റ് ഹെയർ ഫോൾ ആൻഡ് ഫൈറ്റ് ഡാൻഡ്രഫ്, പ്രൊമോട്ട്സ് ഹെയർ ഗ്രോത്ത് വിത്ത് റെഗുലർ യൂസേജ്. നമ്മൾ റെഗുലർ ആയിട്ട് യൂസ് ചെയ്താൽ ഇവരുടെ എന്താ വെച്ചാൽ ഹെയർ ഫോളും അതുപോലെ തന്നെ ഡാൻഡ്രഫും ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡാൻഡ്രഫ് കൺട്രോൾ ചെയ്യുന്നുണ്ട്. അപ്പൊ എനിക്ക് ഈ ഒരു സമയത്ത് സത്യം പറഞ്ഞാല് ഹെയർ ലോസ് ഇത് യൂസ് ചെയ്ത ശേഷം 1 മന്തായി ഹെയർ ലോസ് നല്ല കംപ്ലീറ്റ് ആയിട്ട് വെച്ചാൽ ഇങ്ങനെ ആക്കിയത് തന്നെ അല്ലെങ്കിൽ മുടിയൊക്കെ ചീക്കിന് ഭയങ്കരമായിട്ട് കിട്ടാറുണ്ട്. ഇപ്പൊ ഈ ഒരു സമയത്ത് 1 മന്തായി എനിക്ക് ഈ ഭൂമിക വേദിക്സിന്റെ ഹെയർ ഓയിൽ ഞാൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് എനിക്ക് ഇഷ്ടമായി എന്ന് വെച്ചാൽ ഞാനത് യൂസ് ചെയ്തിട്ട് എനിക്ക് ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. അതുപോലെ തന്നെ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു എന്താ പറയാന്നറിയാം, നമ്മൾ ഈ നന്നായിട്ടൊരു മസാജെല്ലാം ചെയ്ത് നമ്മൾ കൈയോടെ മസാജൊക്കെ ചെയ്ത് നമ്മൾ കുളിച്ചൊക്കെ കഴിഞ്ഞാല് നമുക്ക് നല്ല എന്താ പറയുക സാറ്റിസ്ഫാക്ഷൻ ആണ് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അത് ഇത് ഈ 20 മിനിറ്റ് ഇത് തടയിട്ട് കുളിച്ച് കഴിഞ്ഞിട്ട് കുളിക്കുമ്പോൾ ഈ ഭൂമിക വേദിക്സിന്റെ തന്നെ ആയുർവേദിക് ഷാമ്പു സൾഫേറ്റ് ഫ്രീ ആണ്, 100% ആയുർവേദിക് ആണ്, അതുപോലെ തന്നെ പാരബൻ ഫ്രീ ആണ്. ഫോർ സ്മൂത്ത് ആൻഡ് ഷൈനി ഹെയർ നല്ല ഈ ഒരു ഷാമ്പു ഇതിനും അതെ ഇതുപോലെ തന്നെയാണ്. ഇത് ഞാനില്ലേ വാങ്ങിയിട്ട് ഒരു ദിവസം എന്തോ നിലത്തായിട്ട് വീണ് പോയി. അപ്പൊ ഇതിന്റെ ഈ ഒരു സാധനം അടപ്പ് പോയി ഇതിൻ്റെ ഉള്ളിൽ കുടുങ്ങി. അതുകൊണ്ട് ഇങ്ങനെ കിട്ടുന്നില്ല, ഞാൻ ഇങ്ങനെ അഴിച്ചിട്ടാണ് എടുക്കാറ്. ഇതൊരു നല്ല അടിപൊളി ഷാമ്പു ആണ്. ഒരു കാണുമല്ലോ പച്ച കളർ, ഇതും സെയിം ഇതിന്റെ ഇതേ ഒരു കണ്ടന്റ് കൊണ്ട് ആക്കിയ ഷാമ്പു ആണ് അവര്. അപ്പൊ ഇത് യൂസ് ചെയ്തിട്ട് ഇതും കൂടെ യൂസ് ചെയ്യുമ്പോഴാണ് കുറച്ചുകൂടി പെർഫെക്റ്റ് റിസൾട്ട് കിട്ടുന്നത്. ഇതിലുള്ളത് ഇതിലത്തെ ഇൻഗ്രീഡിയൻസ് നീലമരി, ബ്രഹ്മി, നെല്ലിക്ക, കിഴിനെല്ലി, കയ്യൂന്നി, തുളസി, കറ്റാർവാഴ, ആര്യവേപ്പ്, കറിവേപ്പ്, പൂവം കുടന്തൽ, കൊടങ്ങൽ, മുയൽച്ചെവി, ചെമ്പരത്തി, നീലം വരണ്ട, പനിക്കൂർക്ക, രാമച്ചം, ഇരട്ടി മധുരം, വാട്ടർ. ഇത്രയും കണ്ടന്റ് ആണ് ഇതിലുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സേഫ് ആണ്, നല്ലതാണ്. അപ്പൊ ഇത് ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഈ ഷാമ്പു കണ്ടീഷണറൊക്കെ ഇട്ട് കഴിഞ്ഞാൽ മുടി നല്ല എന്താ പറയാ, നമ്മൾ നല്ല പാറിപ്പറന്ന് ഇങ്ങനെ നിൽക്കുന്ന ഒരു കെരാറ്റിനൊക്കെ ചെയ്ത മുടിയാണോ? അതൊന്നല്ല, ഒരിക്കലല്ല. നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഹെയർ കെയർ ആണ്, നന്നായിട്ട് മുടി കൊയ്യുന്നതിനും ഡാൻഡ്രഫ് റിമൂവ് ചെയ്തിട്ട്. പക്ഷെ ഒരു കാര്യം പറയാം, ഇതിപ്പം നമ്മളിപ്പോ കുളിച്ചു കഴിഞ്ഞിട്ട് ഒരു 1-2 ദിവസം കഴിഞ്ഞിട്ട്, അതായത് നമ്മൾ ഹെയർ വാഷ് ചെയ്യുന്നില്ല വിചാരിച്ചോ, ഇപ്പോൾ വീക്കിലേക്ക് 2 തവണ അല്ലെ ഹെയർ വാഷ് ചെയ്യുന്നവർക്കാണെങ്കിൽ ആ ഹെയർ വാഷ് ചെയ്തിട്ട് 2 ദിവസം കഴിഞ്ഞാലാണ് ഇതിന്റെ റിസൾട്ട് പിന്നെ കിട്ടുന്നത്. ചില ആ ഒരു ഷാമ്പൂവിന്റെയോ നമ്മുടെ ഹെയർ നല്ല ഷൈനായിട്ട് സ്മൂത്ത് ആയിട്ട് ഇരിക്കുന്നുണ്ട്. പക്ഷെ ആ ഒരു ഡെയിലി ഹെയർ വാഷ് ചെയ്യുന്നവർക്കാണ് ഇത് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു റിസൾട്ട് കാണൂല അപ്പൊ തന്നെ മുടിക്ക്. കാരണം നമ്മൾ കുളിച്ച ഒരു ഫീല് മാത്രമേ കിട്ടുള്ളൂ, ഒന്നും ഷാമ്പു യൂസ് ചെയ്ത ഒരു ഫീലൊന്നും കിട്ടൂല. കാരണം എന്താണ്, ഇതിൽ കെമിക്കൽ അങ്ങനെ ഇല്ലാത്തതുകൊണ്ട് തന്നെ മുടി ഇങ്ങനെ നന്നായിട്ട് പറക്കും അങ്ങനെ ഒന്നും ചെയ്യില്ല. നല്ല സാധാരണ നമ്മുടെ മുടീനെ സേഫ് ആയിട്ട് നമുക്ക് കൊണ്ടുപോകാന്നുള്ളതാണ് ഇതിന്റെ മെയിൻ ഉദ്ദേശം. അതുകൊണ്ട് തന്നെ ഭൂമിക വേദിക്സിന്റെ ഇവരുടെ കൂടുതൽ ഡീറ്റെയിൽസ്, ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് എനിക്ക് അത്ര അറിയില്ല. ഇതിനെപ്പറ്റി ഞാനൊരു അന്വേഷണം നടത്തിയതും അവരോട് ചോദിച്ചറിഞ്ഞ കാര്യങ്ങളുമാണ് പറഞ്ഞത്. സോ എൻ്റെ ഒരു പേഴ്സണൽ റിസൾട്ട് കൂടിയാണ് പറഞ്ഞത്. അപ്പൊ അതുപോലെ തന്നെ ഇവരുടെ സ്കിൻ കെയർ ഓയിലും ഞാൻ ഇത് വാങ്ങിയ ശേഷം ഞാൻ ഒരു 1 വീക്ക് കഴിഞ്ഞ് ഇതും വാങ്ങി. കാരണം ഇത് നോക്കാൻ വെച്ചിട്ട് എന്നാൽ നമ്മുടെ ഇപ്പോൾ ഈ ഒരു പ്രഗ്നൻസി തന്നെ ആയതുകൊണ്ട് ഭയങ്കരമായിട്ട് എനിക്ക് ഈ വയറ് ചൊറിച്ചിൽ അങ്ങനെ എന്താ പറയുക ഒരു ഭയങ്കര ഇറിറ്റേഷൻ ആണ്. പിന്നെ സ്കിൻ ഓൾറെഡി ഡ്രൈ കൂടുതലാണ്, ഹോർമോണൽ ചേഞ്ച് കൊണ്ട് തന്നെ ഓൾറെഡി സ്കിൻ ഡ്രൈ ആണ്. അപ്പൊ ഇതും കൂടി ആകുമ്പോൾ ഡ്രൈ കൂടുതലാണ്. സോ ഞാൻ എന്താ വെച്ചാൽ അവരുടെ തന്നെ നല്ല 100% ആയുർവേദിക് ആയതുകൊണ്ട് തന്നെ ഭൂമിക വേദിക്സിന്റെ സ്കിൻ കെയർ ഓയിൽ വാങ്ങി. ഇതും അടിപൊളിയെന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതൊരു രക്താതി ചന്ദ്രൻ കണ്ടോ, ഈ ഒരു ഓറഞ്ച് ഇതാണ് ഇതിന്റെ ഒരു ഓയില്. ഇതിന്റെ സ്മെല്ല് ഒരു നമ്മള് ശബരിമലയിൽ നിന്നെല്ലാം കൊണ്ടുവന്ന നെയ്യില്ലേ
നെയ്പായസം, അരവണ, ആ ഒരു സ്മെല്ലാണ് എനിക്ക് കിട്ടിയത്. ഇതിലടങ്ങിയിട്ടുള്ളതും മെയിനായിട്ട് മഞ്ചിഷ്ട, ഹരിദ്ര, രക്തചന്ദന, പരന്തി, ന്യാഗ്രോധ, അശ്വത, പ്ലക്ഷ, ഇതൊന്നും എനിക്ക് എന്താണെന്ന് അറിയില്ല, പക്ഷേ ഇങ്ങനത്തെ കണ്ടന്റാണേ. ഉടുംബറ, ഉസിറ, യാഷ്ടി, സതാപത്രിക, ഗഞ്ചാന, നരിക്കേലം, ഇങ്ങനെ ഒരുപാട് കണ്ടന്റ് ആണ്. നമുക്ക് അതിൽ ആദ്യം അറിയുന്നത് മഞ്ചിഷ്ട, രക്തചന്ദന, അശ്വത എനിക്ക് ആകെയിൽ 2-3 കണ്ടന്റായിട്ട് അറിയുള്ളൂ, കേട്ടിട്ട് അറിയുള്ളൂ കേട്ടോ, മാറ്റൊന്നും അറിയില്ല. പക്ഷെ ഇതും എന്തെന്ന് വെച്ചാൽ നിങ്ങൾ കുളിക്കുന്നതിന് ഒരു 6 മണിക്കൂർ മുന്നേ നിങ്ങൾ ഈ സ്കിൻ കെയർ ഓയിൽ അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്ത് വെച്ചാൽ നമ്മുടെ ബോഡി മൊത്തം അപ്ലൈ ചെയ്യാം. എവിടെയാണ് നമുക്ക് നല്ല എന്താ വെച്ചാൽ ഒരു സ്കിൻ ഗ്ലോ തരും. ഫേസിനായാലും നമ്മുടെ എന്താ പറയാ, ഭയങ്കര ഒരു എന്തോ നല്ലൊരു രസമാണ് ഇത് അടിക്കാൻ. ഞാൻ സ്കിൻ കെയർ ഓയിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടതും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് വാങ്ങിയത്. പിന്നെ എന്താ വെച്ചാൽ ഇപ്പൊ ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ആണ് ഞാൻ ഇവരുടെ കാര്യങ്ങൾ കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ അവരോട് ഡയറക്റ്റ് ചോദിക്കാം. വാട്സപ്പ് നമ്പർ ഉണ്ട്, അതിൽ വേണമെങ്കിൽ ചോദിച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങി യൂസ് ചെയ്യാം. അപ്പൊ പ്രഗ്നന്റ് ആയവരാണെങ്കിൽ അമ്മമാരോ ആണെങ്കിൽ നിങ്ങൾ നോക്കാം, നല്ലതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഇങ്ങനെ പ്രഗ്നൻസി കെയർ നിങ്ങളുടെ സ്കിന്നും ഹെയർ ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ കെമിക്കൽ കണ്ടന്റ് അടങ്ങിയ ഇത് വാങ്ങി യൂസ് ചെയ്യാതെ നല്ല ആയുർവേദിക് പ്രൊഡക്ട്സ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം. വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നവർക്ക് നല്ലത്, പക്ഷേ അല്ലാത്തവരാണെങ്കിൽ ഇങ്ങനെ നോക്കാം. അപ്പോൾ മെയിനായിട്ട് ഇതാണ് ഞാൻ സ്കിൻ കെയർ ഓയിലും ഇത് ചെയ്യുന്നത്. പിന്നെ അത്യാവശ്യം എന്താ പറയുക, മോയ്സ്ചറൈസിങ് ലോഷനും അതുപോലെ തന്നെ സൺസ്ക്രീനും അപ്ലൈ ചെയ്യാറുണ്ട്. പ്രഗ്നൻ്റ് ആയവർ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുന്നത് നല്ലതാണ്. മെറ്റേണിറ്റിയിലായാലും പ്രഗ്നൻസിയിലായാലും നമ്മൾ യൂസ് ചെയ്യുന്ന സൺസ്ക്രീനും കാര്യങ്ങൾ നമ്മുടെ ബേബിക്ക് എഫക്റ്റ് ചെയ്യാതെ സ്കിന്നിനോ അധികം ദോഷം വരാതെ ഉള്ള കണ്ടന്റുള്ള സൺസ്ക്രീനും മോയ്സ്ചറൈസിങ് ലോഷനൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി നോക്കാം. അപ്പം ഞാൻ അങ്ങനെ സെർച്ച് ചെയ്തിട്ട് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് ന്യൂട്രിഡേമിൻ്റെ മോയ്സ്ചറൈസിങ് ലോഷനാണ്. അത്യാവശ്യം കോസ്റ്റ്ലി ആണ് എങ്കിലും കുഴപ്പമില്ല, സ്കിൻ നമ്മുടെ ഈ സമയത്ത് പ്രൊട്ടക്ട് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഓൾറെഡി ഡ്രൈ സ്കിൻ ആയതുകൊണ്ട് തന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് ഇപ്പോൾ ന്യൂട്രിഡേമിൻ്റെ മോയ്സ്ചറൈസിങ് ലോഷനാണ്. ഇത് പ്രഗ്നൻസി സേഫാണ് കേട്ടോ, പ്രഗ്നൻസിയിലും ഫീഡിങ്ങിലും സേഫാണ്. പിന്നെ അതുപോലെ തന്നെ ഞാൻ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നത് നമ്മുടെ ഡെർമാക്കോൻ്റെ ഹൈലറോണിക് ആസിഡ് സൺസ്ക്രീൻ ആണ്. ഇപ്പോൾ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്ന വീഡിയോ അടിപൊളിയാണ്. അതുപോലെ തന്നെ ഇതും പ്രഗ്നൻസി ഫീഡിങ് സേഫാണ്. ഇതൊക്കെ ഞാൻ സെർച്ച് ചെയ്ത് നോക്കിയിട്ട് കാര്യങ്ങളാണ് കേട്ടോ വാങ്ങിയത്. എന്താ വെച്ചാൽ നമ്മൾ ഇങ്ങനെയുള്ള സൺസ്ക്രീനും മോയ്സ്ചറൈസിങ് ലോഷൻ യൂസ് ചെയ്യുന്നത് എനിക്ക് ഭയങ്കര പേടിയുണ്ട്. പേടിയെന്നല്ല, നമ്മുടെ സ്കിന്നിന് എഫക്റ്റ് ചെയ്യുന്നതല്ലേ. പിന്നെ അതുപോലെ തന്നെ നല്ല സേഫായി തന്നെ നോക്കാം. അതുകൊണ്ട് ഇങ്ങനെയാണ്, ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ അധികം ഫൗണ്ടേഷനും കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാറില്ല. ലിപ്സ്റ്റിക്ക് അങ്ങനെ അതൊന്നും കുറച്ച് കാലത്തേക്ക് യൂസ് ചെയ്യാറില്ല. കുറച്ച് യൂസ് ചെയ്യാറില്ല എന്ന് പറയാൻ പറ്റില്ല. പിന്നെ ഫൗണ്ടേഷൻ ഇല്ല കേട്ടോ, ഞാൻ ചെയ്തിട്ടേ ഇല്ല. ഈ ഒരു ഇന്നത്തേക്ക് 5 മന്ത് ഞാൻ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ പൗഡറോ ഫൗണ്ടേഷനോ അങ്ങനെ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. അതിന് പകരം ഞാൻ സൺസ്ക്രീനും മോയ്സ്ചറൈസിങ് ലോഷൻ അപ്ലൈ ചെയ്യും. പിന്നെ വേണമെങ്കിൽ എനിക്ക് അങ്ങനെ ഫംഗ്ഷൻ കാര്യങ്ങൾ കൂടാൻ അധികം ഉണ്ടായിട്ടില്ല. 1-2 ഫംഗ്ഷനായിട്ട് ഞാൻ കൂടിയിട്ടുള്ളൂ. ആ ഒരു സമയത്തെ ഇത് യൂസ് ചെയ്തിരുന്നു. പിന്നെ പുറത്ത് അത്യാവശ്യം ഹോസ്പിറ്റൽ വിസിറ്റ് ഒന്നും ഞാൻ ലിപ്സ്റ്റിക്കോ കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാറില്ല. കാരണം അത് ഇപ്പോൾ സേഫ് അല്ല. പിന്നെ വീട്ടിൽ നിന്ന് എനിക്കത് ചീത്ത കിട്ടുകയും ചെയ്യും. നമ്മളിങ്ങനെ യൂസ് ചെയ്ത് പോകുമ്പോഴും ഇപ്പോൾ സേഫായിട്ട് നമ്മൾ നിൽക്കേണ്ട സമയത്ത് ഇതൊന്നും യൂസ് ചെയ്യാൻ പാടില്ല. അത് കേൾക്കുന്നതുകൊണ്ട് തന്നെ പിന്നെ അത് നമ്മളതിന് വേണ്ടിയിട്ട് മുതിരാറില്ല. അപ്പോൾ ഞാൻ അത്യാവശ്യം 1-2 തവണയായിട്ട് പോകുമ്പോൾ അങ്ങനെ അത് ഉപയോഗിക്കാറില്ല എന്ന് കടം പറയാൻ പറ്റില്ല. പക്ഷെ നമ്മൾ ഉപയോഗിക്കാറുണ്ട് എപ്പോഴെങ്കിലും, അതും നോക്കാം. അപ്പം അങ്ങനെ സേഫായ സാധനം മാത്രം യൂസ് ചെയ്ത് പ്രഗ്നൻസി ഒക്കെ സേഫാക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ മെയിനായിട്ട് പറയുന്നത്. അപ്പം ആണ് എൻ്റെ പ്രഗ്നൻസി കെയർ എന്ന് പറയുന്നത്. പിന്നെ പ്രഗ്നൻസി കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായി, ഫസ്റ്റ് പ്രഗ്നൻസി സെക്കൻഡ് പ്രഗ്നൻസി തമ്മിലുള്ള ഡിഫറൻസ് എന്തായിരുന്നു എന്നല്ല കാണുമ്പോൾ ചോദിക്കും. പക്ഷേ എനിക്ക് ഇത് എന്ന് പറയാൻ എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഡിഫറൻസ് പറയുമ്പോൾ അതിൽ പറയുമ്പോൾ ലാഗ് ആവും വീഡിയോ നന്നായിട്ട്. അത് നോക്കട്ടെ, ഞാനൊരു വീഡിയോ ചെയ്യാൻ സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് തോന്നില്ല. കാരണം എന്തുകൊണ്ടെന്നറിയോ, മെയിനായിട്ട് എന്ന് പറയാൻ എനിക്ക് 2ലും സെയിം ആയിരുന്നു. 2ലും വൊമിറ്റിംഗ് ഉണ്ട് മെയിനായിട്ട്. പിന്നെ ഒരാളുടെ വ്ളോഗ് കാണലുണ്ട് ഞാൻ ഇൻസ്റ്റാഗ്രാമിലെ വ്ളോഗ് എന്നല്ല, ഒരാളുടെ ഷോർട്ട് വീഡിയോ എല്ലാം കാണലുണ്ട്. ഈ പ്രഗ്നൻസിയിലെ 5 നേരം 6 നേരം 8 നേരമൊക്കെയുള്ള ഫുഡ് അടി. ശരിക്കും അതൊക്കെ തള്ളാന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഇങ്ങനെയൊരു ശരിക്കും ഡയറ്റ് വെച്ചിട്ടുള്ള ഭക്ഷണ രീതിയൊന്നും ഞാൻ കഴിഞ്ഞാലും നോക്കിയിട്ടില്ല, ഇത്തവണയും നോക്കിയിട്ടില്ല എന്നല്ല. നമുക്കൊരു
വൊമിറ്റിങ് കാര്യങ്ങളുണ്ടാവും, നമുക്ക് ഇതിൻ്റെ ഒക്കെ മൂഡ് ഉണ്ടാവും എന്നറിയില്ല. ഇങ്ങനെ ഭക്ഷണത്തിനോട് ക്രാവിങ്സ് തോന്നാറുണ്ട് അത്യാവശ്യം, എപ്പോഴെങ്കിലും പുറത്തു പോകാൻ കഴിക്കണം അങ്ങനെയൊക്കെ. പക്ഷെ അതൊന്നും നിൽക്കാറില്ല. ഈ ക്രാവിങ്സ് തോന്നിയിട്ട് കാര്യമില്ലല്ലോ, അതൊക്കെ പുറത്തേക്കാണ് നീ പോകുന്നത്. പിന്നെ ഈ ക്രാവിങ്സിന്റെ കാര്യം എന്തെന്ന് എനിക്കറിയില്ല, അതുകൊണ്ട് ഞാൻ അതിന് പ്രത്യേകിച്ച് അങ്ങനെ വലിയ ഇതൊന്നുമില്ല. പിന്നെ ഇളനീരാണ് ഫുള്ളും, കരിക്കിലാണ് എൻ്റെ 3 മാസം ജീവിതം. കരിക്ക് കുടിക്കും. പിന്നെന്ന് വെച്ചാല് വേറെ പ്രത്യേകിച്ച് അറിയുന്നത് കുറച്ച് കാര്യങ്ങൾ എന്തായാലും പറയാനുണ്ടാവും. പക്ഷെ ഇതിപ്പോ പറഞ്ഞാല് ലാഗ് ആവണ്ട വീഡിയോ. ഞാൻ ഇതിന് വേണ്ടിയിട്ടൊരു Q&A ചെയ്യാൻ വിചാരിക്കുന്നുണ്ട്. അപ്പൊ Q&A ചെയ്താൽ നിങ്ങൾക്ക് ഉള്ള ഡൗട്ട്, പ്രഗ്നൻസിയിൽ എന്തെങ്കിലും എന്തൊക്കെയായിരുന്നു എൻ്റെ പ്രഗ്നൻസി ജേർണി എന്നുള്ളത്, മെയിനായിട്ട് അതിൽ എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് നിങ്ങൾക്ക് Q&A ചോദിച്ച് ഞാൻ ആൻസർ ചെയ്യാം, ക്വസ്റ്റ്യൻ ആൻസർ. സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ട് ഇരിക്കാം. പ്രഗ്നൻ്റ് ആയവരാണെങ്കിലും ഫീഡിങ് ചെയ്യുന്ന അമ്മമാരൊക്കെ ആണെങ്കിലും സ്കിന്നും ഹെയറൊക്കെ നന്നായിട്ട് തന്നെ കെയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു, യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ചാനൽ ഇതുവരെ കാണാത്തവരാണ്, പുതിയ ആളാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പം നമുക്ക് ടാറ്റാ.